ഹലോ വെൽക്കം ടു അഖിലാസ് വ്ളോഗ്സ് ആൻഡ് വർക്ക്. ക്രിസ്മസ് സീരീസിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐറ്റമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 3D സ്റ്റാർ ഉണ്ടാക്കുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണണേ. അപ്പോൾ അതിൽ ഞാനൊരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരാൻ പോകുന്നത് ബോട്ടിലിനുള്ളിലെ സാൻഡയും ക്രിസ്മസ് ട്രീയും. അതും വളരെ ഈസി ആയിട്ട് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായത്. ക്രിയേറ്റീവ് ഹട്ട് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ബോട്ടിൽ ആർട്ടുകൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട്. അപ്പോൾ അതിലിങ്ങനെ കാണാനിടയായി ക്രിസ്മസ് ട്രീ ബോട്ടിലിനുള്ളിൽ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് അതിൽ കുഞ്ഞു സാൻഡയെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൗതുകം തോന്നി. ആ സാൻഡ എൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അതല്ലേ നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ വാങ്ങിക്കേണ്ട ഒരു സാധനം, ബാക്കിയുള്ളതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാലോ. സോ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കി സക്സസ് ആയി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ വീട്ടിലുള്ള ചീപ്പായ പല ഐറ്റംസും, അതായത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ വാങ്ങിയത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ഉറപ്പാണത്. കാരണം ഞാൻ ഇതിനായിട്ട് ഒരു സാധനം പ്രത്യേകം വാങ്ങിയിട്ടില്ല. ഈ സാൻഡ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തു. അത് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും. ബാക്കിയെല്ലാം പലപ്പോഴായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഈവൻ ഞാൻ എൻ്റെ പൊട്ടിയ കമ്മൽ വരെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബോട്ടിലിനുള്ളിലെ ക്രിസ്മസ് ട്രീയും സാൻഡയും. ഈ കുഞ്ഞു സാൻഡ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എനിക്കും ചെയ്യാലോ, എന്നാല് ചെയ്തു നോക്കിയാലോ. അപ്പൊ ഇതിലുള്ള ബാക്കിയെല്ലാം ഞാൻ എൻ്റെതായ ഒരു ഐഡിയക്ക് പല മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൽ കാണിക്കുന്ന ബാക്കി ഒരു സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറേ പൊട്ടും പൊടിയും വേസ്റ്റ് സാധനങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ ബോട്ടിൽ പോലും ഇത് പൊട്ടണ ബോട്ടിലല്ല, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് സാധാരണ ഒരു ജ്യൂസ് ബോട്ടിലാണ്, അൽമറയുടെ ജ്യൂസ് ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം വിടുത്തും വലുപ്പം എല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നി ഇത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചത്. ഈ ചെറിയ റിംഗ് ഒക്കെ കാണുന്നില്ലേ, അതൊക്കെ എൻ്റെ പഴയ പൊട്ടിപ്പോയ കമ്മലൊക്കെയാണ് യൂസ് ചെയ്തത്. അതായത് ക്രിസ്മസിന്റെ തീം റെഡ്, ഗ്രീൻ, ഗോൾഡൻ, ദെൻ വൈറ്റ്, ഇത്രയും കളേഴ്സ് കവർ ചെയ്യുന്ന തീം അല്ലേ, അത് കോംപ്രമൈസ് ചെയ്യാതെ, അതായത് അതിലേക്ക് എന്തെല്ലാം നമുക്ക് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പലതും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞാനൊരു സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ബോട്ടിൽ ഹാൻഡിൽ ചെയ്യണ ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല, അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ബേസ് ഇത്തിരി മുറിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ബേസ് എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് സ്നോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വൈറ്റ് ഗ്ലൂ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട്. എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ കുറച്ച് പിച്ചി വെച്ചതാണ്, വൈറ്റ് ടിഷ്യൂ, അത് എടുത്തിട്ട് എങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആ ജോയിൻറ്റിൻ്റെ മേലേക്ക് പൊങ്ങിയിട്ട് നമ്മുടെ ബേസ് വരുന്ന രീതിയിൽ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മേലെയും കുറച്ച് ഗ്ലൂ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് പുറത്തേക്ക് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എടുക്കില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. അവളുടെ ബർത്ത്ഡേക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഗ്രീൻ മാത്രമാക്കാൻ വേണ്ടി വൈറ്റ് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ട്രീക്കുള്ള ബേസ് ഒരു കോൺ ഉണ്ടാക്കണം. അതിന് വേണ്ടി കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ, ഒരു കലണ്ടറിൻ്റെ ഒരു പേജാണിത്. അതിനിങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്തു. എന്നിട്ട് അതിനെ ഇങ്ങനെ കോണാക്കിയിട്ട് അതൊന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം. അതിന് ശേഷം അതിനെ ഒന്നൊരു മാസ്കിങ് ടേപ്പ് വെച്ചിട്ട്, എന്ത് ടേപ്പ് ആയാലും കുഴപ്പമില്ല, അതൊന്ന് വെച്ചിട്ട് അതൊന്ന് സ്റ്റിഫായിട്ട് അത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫുള്ളി റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വേണ്ട ഹൈറ്റ് ഡിസൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്. അങ്ങനെ റൗണ്ട് ആയില്ലേ കറക്റ്റായിട്ട് അത് കോണായി നിൽക്കുള്ളൂ. ഇനി ഞാൻ ഈ ഗ്രീൻ ഉള്ളത്, ഞാൻ ആ വൈറ്റ് പോർഷനൊക്കെ കട്ട് ചെയ്ത് വെറും ഗ്രീൻ ആക്കി വെച്ചു. ഇല്ലെങ്കിൽ ഒരു ചേരായ്മ തോന്നും ക്രിസ്മസ് ട്രീ ആകുമ്പോൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള 2 പീസ് എടുത്തിട്ട് ഞാനത് ഈ ഹൈറ്റ് കംപ്ലീറ്റ് അത് റാപ്പ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട്. അത് മിനുസുള്ള സാധനം ആയതുകൊണ്ട് ഗ്ലൂ ഗൺ എളുപ്പത്തിന് ഇപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് കാണിച്ചു എന്നേ ഉള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് വൈറ്റ് ഗ്ലൂ ആകുമ്പോൾ നമ്മൾ ഒട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ.
ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ ബോട്ടിലിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഗ്ലൂ യൂസ് ചെയ്തിട്ട്. ഇനി ഇത്രയും സാധനങ്ങൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിൽ ട്രീ റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു സാൻഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതിലിപ്പോൾ സാൻഡ് അല്ലേ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് മേടിക്കേണ്ട കാര്യമുള്ളൂ. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കിത് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നത്. ബാക്കി ഒരു സാധനവും ഞാൻ വാങ്ങിയിട്ടില്ല, ഒക്കെ ഇവിടെ ഉള്ളത് വെച്ചിട്ട് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ബോൾസാണ്. അതൊരു പേപ്പർ ക്ലേ ഞാൻ വാങ്ങിയതാണ്. ഹോം മെയ്ഡ് ക്ലേ, എന്ത് ക്ലേ ആയാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ക്ലേ എന്തായാലും കുഴപ്പമില്ല. അതിങ്ങനെ ജസ്റ്റ് ഇത്തിരി പിൻ ചെയ്തെടുത്തിട്ട് അത് ഇങ്ങനെ കയ്യിലെടുത്ത് റോൾ ചെയ്തിട്ട് ഉണ്ടയാക്കി ബോളാക്കി എടുത്തു. അത് പല സൈസിൽ, അതായത് ആ ട്രീയുടെ സൈസിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷണലായിട്ട് എടുത്തു. പിന്നെ കുറച്ച് ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണം വിചാരിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഗോൾഡൻ ത്രെഡ്, പിന്നെ കുറച്ച് സ്റ്റോൺസ്, ബീഡ്സ്, പഴയ ഓർണമെൻറ്റ്സിൻ്റെ പൊട്ടിപ്പോയതും ഞാൻ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച കൂട്ടത്തിലുള്ളതും അങ്ങനെയൊക്കെ. പിന്നെ ഈ ക്ലേ ബോൾസിൽ കളർ ചെയ്യാൻ ഗ്രീൻ കളറും റെഡ് കളറും ഗോൾഡൻ കളറും എടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം വൈറ്റ് അതുപോലെയും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കണ്ണാ അപ്പം ഇതാ ഞാൻ ഇതിൽ ഇങ്ങനെ നിൽക്കു വെയിറ്റ് ചെയ്യാമ്പോൾ പറയട്ടെ. ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് തെർമോക്കോളുണ്ട്, അവളുടെ ഒരു ടോയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്, അത് പൊട്ടിയപ്പോൾ കിട്ടിയതാണ്. അത് വെച്ചു. പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മൾ ഡ്രസ്സിൽ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യണ സ്റ്റോണുകൾ ഉണ്ടാവില്ലേ, അയൺ ചെയ്ത് ഫിക്സ് ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് ഗ്രീനും റെഡും ഉണ്ടായിരുന്നത് ഇട്ടിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. ക്ലേ വെച്ചിട്ടുണ്ടാക്കിയ ഓരോ ബോളുകൾ ഉണ്ടായിരുന്നില്ലേ ചെറുത്, അത് ഗ്രീൻ. ഇപ്പം അതിൽ ട്രീ അത്യാവശ്യം ഫുൾ ഗ്രീൻ ആയതുകൊണ്ട്, പിന്നെ അടിയിൽ സ്റ്റോൺ ഇട്ടത് കൊണ്ട് പിന്നെ ഞാൻ ഗ്രീൻ കളർ കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ക്ലേ വെച്ചിട്ടൊരു സ്റ്റാർ ഉണ്ട്. അമ്മ കാണിക്കട്ടെ കണ്ണ, ഇത് ഒരു ക്ലേ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കി. ഈ സ്റ്റാർ എവിടെ വെക്കുക നമ്മള്? ഈ സ്റ്റാർ വെക്കൂ, ട്രീയിൽ വെക്കൂ. എവിടെ വെക്കുക? സാൻഡിന് തരാം. സാൻഡ് എവിടെ വെക്കുക? വെക്കൂ. സാൻഡിനെ എവിടെ വെക്കുക? ഇവിടെ വെക്കൂ. ഇവിടെ വെക്കൂ. യെസ്. സ്റ്റാർ, ഇത് സ്റ്റാർ എവിടെ വെക്കുക? അതല്ല കണ്ണ, ഈ സ്റ്റാർ എവിടെ വെക്കുക? ഈ സ്റ്റാറിനെ ട്രീയിൽ വെക്കൂ. പിന്നെ കുറച്ച് വൈറ്റ് ക്ലേ ബോൾസും ഉണ്ട്, അതുപോലെ കുറച്ച് ബീഡ്സ്. നമ്മൾ സാധാരണ മുത്ത്, അങ്ങനത്തെ ഡ്രസ്സിലായാലും ഓർണമെന്റ്സിനായാലും ഒക്കെ യൂസ് ചെയ്യുന്ന സാധാരണ മുത്ത്. ഈ സ്റ്റാർ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ജസ്റ്റ് ഒരു ഇത്തിരി കട്ടിയിൽ അങ്ങ് ക്ലേ പരത്തിയിട്ട് ഞാൻ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ ചെയ്ത്, എന്നിട്ട് ഒരു സ്റ്റോൺ നടുക്ക് വെച്ചു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം. അതേപോലെ ഒരു ഗോൾഡൻ ത്രെഡ് ഉണ്ടായിരുന്നില്ലേ, അത് ഭയങ്കര തിന്നായ ത്രെഡായിരുന്നു. അപ്പോൾ ഞാനൊരു 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇതിൽ റാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ സാൻഡിനെ എവിടെയാണ് പൊസിഷൻ നോക്കിയിട്ട് അവിടെ കുറച്ച് ഗ്ലൂ കൊടുത്ത് സാൻഡിനെ അവിടെ ഫിക്സ് ചെയ്തു. ഇനി ഗോൾഡൻ ത്രെഡ് എടുത്തിട്ട് ആദ്യം ഞാൻ അവിടെ ഒന്ന് തലപ്പത്തേറ്റവും അറ്റത്ത് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് ചുറ്റി കൊടുക്കാൻ പോവാണ്. നല്ലോണം ടൈറ്റാക്കാതെ കുറച്ച് ലൂസായിട്ടാണ് അത് ചുറ്റുന്നത്. അതിലാണ് നമ്മളിനി ബോൾസ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി സ്റ്റാറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ സ്റ്റാർ ഫിക്സ് ചെയ്യാണ്. പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി ഇനി ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, ബോൾസ് ഫിക്സ് ചെയ്യാനും സ്റ്റാറിനെ ഒന്നും കൂടെ ഉറപ്പിക്കാനും വേണ്ടിയിട്ടുമെല്ലാം. പിന്നെ അതിന് ഫ്ലക്സ് ഗം പോലെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്താലും കുഴപ്പമില്ല. വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ കുറച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് നേരം പിടിച്ച് നിൽക്കേണ്ടി വരും. ദെൻ ഓരോ ബോൾസായിട്ട് വേണ്ട പോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റും റെഡും ഗോൾഡനും അല്ലേ ഉള്ളത്, അതും പിന്നെ നമ്മുടെ വൈറ്റ് പേൾ ബീഡ്സ് ഉണ്ടായിരുന്നു അതും. അപ്പോൾ ഇത് ഞാൻ ബോൾസിന് കൊടുക്കുന്നത് നമ്മൾ ചുറ്റിക്കഴിഞ്ഞ ഗോൾഡൻ സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. കളർ മിക്സ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുകയാണ്.
ഈ വൈറ്റ് പേൾ ബീഡ്സ് എടുത്തിട്ട് നൂലിലല്ലാതെ ഗോൾഡൻ നൂലിലല്ലാതെ അവിടെ അവിടെയായിട്ട് ഗ്രീൻ കളറിൽ കുറച്ച് ഷൈനിങ്ങോടെ കാണുന്ന രീതിയിൽ അവിടെ അവിടെയായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാപ്പ് തോന്നുന്ന സ്ഥലത്തെല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ആയി. ഇനി ഞാനിത് ബോട്ടിലിൻ്റെ അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, ടോപ്പ് ഭാഗം. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ്. അത് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട്, റെഡ് റിബൺ എൻ്റെ കയ്യിൽ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പും ഗ്രീൻ ആയതുകൊണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കുറച്ചും കൂടെ ഭംഗിയാക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ കുറച്ചും കൂടെ റെഡ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ചൊന്നും പുതുതായിട്ട് മേടിക്കാൻ മെനക്കെട്ടില്ല. അപ്പം അങ്ങനെ ചെയ്താലും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ആ ജോയിൻ്റ് ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒന്നുകൂടെ റാപ്പ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം 2 റെഡ് ബോ കൂടെ വെറുതെ റഫായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് ട്രീയും സാൻഡിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.